നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. UDF നേടിയ അപ്രതീക്ഷിതവും എന്നാൽ ഈ കൂട്ടായ വിജയവും LDF കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയും തദ്ദേശ ഭരണ ചരിത്രത്തിലെ UDFന്റെ ഏറ്റവും മികച്ച മുന്നേറ്റങ്ങളിലൊന്നായിട്ട് ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. 504-ലധികം ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്തുകൊണ്ടും മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം തിരിച്ചുപിടിച്ചുകൊണ്ടും 4 പ്രധാന കോർപ്പറേഷനുകൾ തൂക്കിയെടുത്തുകൊണ്ടുമുള്ള UDFന്റെ ഈ ജൈത്രയാത്ര നിലവിലുള്ള ഭരണകൂടത്തോടുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ LDF ഭരണത്തോടുള്ള പൊതുജനത്തിൻ്റെ അതൃപ്തിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രേരക ശക്തിയായി മാറിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഭരണമാറ്റത്തിൻ്റെ പ്രവണതയ്ക്ക് അടിവരയിടുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ആവർത്തിക്കാൻ LDF ശ്രമിച്ചുവെങ്കിലും ഭരണവിരുദ്ധ വികാരം ശക്തമായ വേരോട്ടം നേടി. ക്ഷേമ പെൻഷനുകൾ പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടുന്ന പണക്കിറ്റുകൾ വിതരണം ചെയ്ത് ജനസമ്മതി നേടാമെന്ന ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ഈ ഘട്ടത്തിൽ പാടെ തകർത്തെറിയപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രലോഭനങ്ങൾക്കപ്പുറം അഴിമതി, സുതാര്യതയില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളാണ് ജനങ്ങളെ കൂടുതൽ സ്വാധീനിച്ചതെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി, മറുവശത്ത് ക്ഷേമ പദ്ധതികളുടെ ഫലശൂന്യത എന്നിവ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് പങ്കുവയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. ഈ പോരാട്ടത്തെ ഒരു ജീവൻ മരണ പോരാട്ടമായി കണ്ട സതീശൻ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അടിത്തറ പാകുന്ന ഉജ്ജ്വല നേട്ടമാണ് കൈവരിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കൈക്കൊണ്ട ഉറച്ച നിലപാടുകളും സംഘടനാപരമായിട്ടുള്ള നീക്കങ്ങളും UDFന് പുതിയ ഊർജം പകർന്നിരിക്കുകയാണ്. ശബരിമല വിഷയം, സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹവും കൂട്ടരും ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് UDF ടീമിൻ്റെ വിജയം എന്നതിലുപരിയായി VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തമായ വളർച്ചയുടെ സൂചന കൂടിയാണ് നൽകുന്നത്. ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിച്ച ചിട്ടയായിട്ടുള്ള സംഘടനാ തന്ത്രങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. കഴിഞ്ഞ വർഷം വയനാട്ടിൽ നടന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച മിഷൻ 2025 എന്ന നയരേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തത്. ഈ നയരേഖ പ്രകാരം കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നേരിട്ട് നൽകുകയും മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മേൽനോട്ടത്തിനായിട്ട് നേരിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് തർക്കങ്ങൾ ഒഴിവാക്കാൻ ഹൈക്കമാൻഡിൽ നിന്ന് പ്രത്യേക അനുമതി നേടിയ അദ്ദേഹം സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിലുള്ള ചർച്ചകളിലൂടെ കണ്ടെത്താനുള്ള പുതിയ ശൈലിക്ക് തുടക്കമിട്ടു. ഈ സംഘടനാപരമായിട്ടുള്ള അച്ചടക്കമാണ് UDFന്റെ വിജയത്തിൽ ഇവിടെ നിർണായകമായി മാറിയത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും UDF നേടിയ വിജയം LDF കോട്ടകൾ തകർക്കുന്നതിന് തുല്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ 4 കോർപ്പറേഷനുകളെങ്കിലും പിടിച്ചെടുക്കുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് UDF 4 കോർപ്പറേഷനുകൾ തൂക്കുകയും കോഴിക്കോടിനെ പോലെയുള്ള സുപ്രധാന നഗരങ്ങളെ തൃശങ്കുവിൽ നിർത്തുകയും ചെയ്തു. മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലും 2020 നഷ്ടപ്പെട്ട ഭൂരിപക്ഷം UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. ഈ നഗരകേന്ദ്രങ്ങളിലെ മുന്നേറ്റം സംസ്ഥാന ഭരണത്തോടുള്ള മധ്യവർഗത്തിൻ്റെയും നഗരവാസികളുടെയും ഒക്കെ തന്നെ മനോഭാവം വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല, പാലക്കാട് നഗരസഭയടക്കം പലയിടങ്ങളിലും BJPക്ക് പോലും കനത്ത ഭീഷണി ഉയർത്തുന്നതിൽ UDF വിജയിക്കുകയുണ്ടായി. VD സതീശൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ ഉറപ്പാണ് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ശ്രദ്ധേയനാക്കി മാറ്റിയത്. സൈബർ ഇടങ്ങളിൽ നിന്ന് പോലും സ്വന്തം അണികളിൽ നിന്ന് പോലും രൂക്ഷമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പോലും അദ്ദേഹം തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല. എൻ്റെ ബോധ്യങ്ങൾ അണുവിട മാറില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഒരു ശക്തനായ നേതാവിൻ്റെ സവിശേഷതയായിട്ട് പാർട്ടി അണികളും കേരള സമൂഹവും വിലയിരുത്തി. കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ UDFൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഉറച്ച നിലപാടെടുത്തത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയെങ്കിലും ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ പ്രാധാന്യം തെളിയിച്ചു. ഈ നിലപാടുകളുടെ ആകെത്തുകയാണ് സതീശനിസം എന്ന പേരിൽ അംഗീകരിക്കപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ LDF സർക്കാർ വർഗീയ കാർഡുകൾ കളിച്ചത് അവരുടെ തോൽവിക്ക് കാരണമായെന്ന് സതീശൻ അടിവരയിട്ട് പറയുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയ കാർഡും അതിലെ പരാജയത്തിന് ശേഷം ഭൂരിപക്ഷ വർഗീയ കാർഡും അവർ ഇറക്കിക്കളിച്ചു. എന്നാൽ ഈ തന്ത്രങ്ങൾ തകർന്നടിഞ്ഞെന്ന് സതീശൻ നിരീക്ഷിക്കുന്നു. അതേസമയം വെൽഫെയർ പാർട്ടിയുമായുള്ള UDF ബാന്ധവത്തെ LDF നിശിതമായിട്ട് വിമർശിച്ചപ്പോൾ താൻ എടുത്ത നിലപാടിലൂന്നി സതീശൻ അതിന് കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. LDFന്റെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാട്ടിയുള്ള സതീശൻ്റെ മറുപടി രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ കണക്ക് കൂട്ടലുകൾക്ക് ഉദാഹരണമാണ്. ഈ വിജയം UDF ടീമിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്ന് VD സതീശൻ ആണയിട്ട് പറയുന്നു. അമിതമായ വിജയാഘോഷങ്ങൾ ഒഴിവാക്കി തികഞ്ഞ ഗൗരവം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തൻ്റെ പ്രധാന ദൗത്യമെന്ന് ഇവിടെ അടിവരയിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം അത് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ദൂരം കുറച്ചിരിക്കുകയാണ്.
UDFിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും ജനം വെറുക്കുന്ന സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറിയെന്നും സതീശൻ വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയും വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്.